എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 62-ാം ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം. ദിവസവും നമുക്ക് കഥയുടെ ഓരോ ഭാഗങ്ങൾ കേൾക്കാമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. പരിചയപ്പെട്ട അന്ന് മുതൽ സ്ഥിരമായി കൊടുക്കാറുള്ളതുപോലെ നെറ്റിയിൽ 2 ഉമ്മ കൊടുത്തിട്ട് അനു ഓടിപ്പോയി. ലീലാമ്മച്ചി അവൾ പോകുന്നത് നോക്കി ചെറിയ ഒരു ചിരിയോടെയിരുന്നു. ഇവളായിരുന്നു തൻ്റെ കൊച്ചുമകൾ എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. എല്ലാ ആശകളും നടന്നു കിട്ടിയാൽ മനുഷ്യൻ നിലത്തെങ്ങും നിൽക്കില്ലല്ലോ. അതുകൊണ്ടായിരിക്കും അവന് മുഴുവൻ ആഗ്രഹങ്ങളും സാധിക്കാനുള്ള സൗകര്യം ദൈവം ചെയ്തു കൊടുക്കാത്തത് എന്ന് അവർ സമാധാനിക്കുകയും ചെയ്തു. പിന്നെ കുറേ ദിവസത്തേക്ക് അനുവിനോ സ്നേഹയ്ക്കോ പുനരധിവാസ കേന്ദ്രത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകാനോ ലീലാമ്മച്ചിയെ കാണാനോ കഴിഞ്ഞില്ല. അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. അവരുടെ വാർഷിക പരീക്ഷ അടുത്തു വരുന്നു. നന്നായി പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്തില്ലെങ്കിൽ ശരിയാവുകയില്ല. തങ്ങളെ പഠിപ്പിക്കാം എന്നേറ്റിരിക്കുന്നവർ ചെയ്യാമെന്ന് പറഞ്ഞ ധനസഹായം ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ആർക്കും ഒരു ബുദ്ധിമുട്ടാകാതെ ലക്ഷ്യം സാധിക്കണം എന്നാണ് അനുവിൻ്റെയും സ്നേഹയുടെയും ഒക്കെ ആഗ്രഹം. അതുകൊണ്ട് അവർ രണ്ടുപേരും തുടർന്നു വന്ന ദിവസങ്ങളിൽ കഠിനമായി പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുകയായിരുന്നു. കിച്ചുവിന് മുഴുവൻ സമയവും പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്ന സാഹചര്യമല്ലായിരുന്നു. അച്ഛന് വേണ്ട അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. ആരെങ്കിലും അതിഥികൾ വന്നാൽ അവരുടെ കാര്യവും നോക്കണം. അത് കഴിഞ്ഞ് ഒഴിവ് കിട്ടുന്ന സമയം മാത്രമേ അവൻ പഠിച്ചിരുന്നുള്ളൂ. പഠിക്കുന്ന സമയം ലേശം കുറവാണെങ്കിലും മാർക്ക് വരുമ്പോൾ ഇവർ രണ്ടുപേരെക്കാളും മുൻപിലായിരിക്കും മിക്കപ്പോഴും കിച്ചു. ഇത്ര കാലവും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ വരുന്ന പരീക്ഷയ്ക്കായിട്ട് ഒരു മാറ്റം ഇവരാരും പ്രതീക്ഷിക്കുന്നില്ല. അവന് വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അവന് കൂടുതൽ മാർക്ക് കിട്ടുന്നതെന്ന് ഇവർ രണ്ടുപേരും സമാധാനിക്കുകയും ചെയ്യും. അനുവിനാകട്ടെ കിച്ചുവിന് കൂടുതൽ മാർക്ക് കിട്ടുന്നത് ഒരു പ്രത്യേക തരം സന്തോഷമാണ്. എപ്പോഴും തന്നെക്കാൾ ഒരല്പം മുമ്പിൽ അവൻ നിന്നുകൊള്ളട്ടെ. അവൻ്റെ പിന്നിൽ നിൽക്കുന്നതാണ് അതിൻ്റെ സുഖം. അവനേക്കാൾ മുൻപിൽ കയറണമെന്ന് ഒരിക്കൽ പോലും ആഗ്രഹിക്കാതിരിക്കണമേ എന്നാണ് അവളുടെ പ്രാർത്ഥന. അതുകൊണ്ടാണ് അവന് ഇനിയും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് അവൾ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചിരുന്നത്. തങ്ങൾക്ക് സഹായം കിട്ടിയില്ലെങ്കിലും സാരമില്ല, അവൻ്റെ പഠനം നടക്കണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. എല്ലാവരും കാര്യമായി പഠിച്ചു. വളരെ നന്നായി തന്നെ പരീക്ഷയിലെ എല്ലാ വിഷയങ്ങളും എഴുതുകയും ചെയ്തു. അവസാന പരീക്ഷയും എഴുതി തീർന്നു. പുറത്തിറങ്ങിയപ്പോൾ അനു വേഗം അടുത്ത് ചെന്ന് കിച്ചുവിനോട് ചോദിച്ചു, നിന്നോട് പിന്നെ പരീക്ഷക്കാര്യം ചോദിക്കേണ്ട കാര്യമില്ലാത്തതാണ്. എന്നാലും ചോദിക്കുകയാണ്, നിനക്ക് എളുപ്പമല്ലായിരുന്നോടാ? നീ പ്രതീക്ഷിച്ച അത്രയും മാർക്ക് നിനക്ക് കിട്ടില്ലേ? ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് നന്നായി എഴുതാൻ കഴിഞ്ഞോ എന്ന് കിച്ചുവിനൊരു സംശയം ബാക്കിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ പരീക്ഷ തുടങ്ങുന്ന ദിവസമായപ്പോഴേക്കും അച്ഛന് നല്ല സുഖമില്ലായിരുന്നു. പനിയും ജലദോഷവും ശരീരവേദനയും എല്ലാമായി ആകെപ്പാടെ അച്ഛൻ അങ്ങ് ക്ഷീണിച്ചുപോയി. അച്ഛൻ്റെ കാര്യം നോക്കാൻ വേറെ ആരുമില്ലല്ലോ. അതുകൊണ്ട് ഒരു ബന്ധുവിൻ്റെ സ്ഥാനത്ത് നിന്ന് തന്നെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടി വന്നതുകൊണ്ട് പഠിക്കാൻ അങ്ങനെ കാര്യമായ സമയമൊന്നും കിച്ചുവിന് കിട്ടിയില്ല. എന്നാലും പരീക്ഷയോട് അടുക്കുന്ന സമയത്ത് പഠിക്കുന്ന സ്വഭാവം നേരത്തെയും അവനില്ലാത്തതുകൊണ്ട് അന്ന് പഠിക്കുന്നത് പരീക്ഷയെ അത്രയൊന്നും ബാധിക്കാൻ സാധ്യതയില്ല. എനിക്കെങ്ങും പഠിക്കാൻ സമയം കിട്ടിയില്ലടി പെണ്ണേ. പരീക്ഷക്കാലമായപ്പോഴേക്കും അച്ഛന് സുഖമില്ലാതെ ആയല്ലോ. മറ്റു പല ഉത്തരവാദിത്വങ്ങളും എനിക്കുണ്ടായിരുന്നു. പിന്നെ അച്ഛനെ കാണാൻ വരുന്ന അച്ഛന്മാരെ സൽക്കരിക്കലും എല്ലാമായിട്ട് എനിക്ക് പിടിപ്പത് പണിയുണ്ടായിരുന്നു. പിന്നെ എപ്പോഴാണ് ഞാൻ പഠിക്കേണ്ടത്? നേരത്തെ പഠിച്ചത് വല്ലതും തലമണ്ടയിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് ഞാൻ എടുത്തെഴുതി വച്ചിട്ടുണ്ട് പരീക്ഷ പേപ്പറിലേക്ക്.
കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞപ്പോഴും നീ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞത്. അന്ന് നീ പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ പോയി അന്ന് മുതൽ പരീക്ഷാഫലം വരുവോളം പ്രാർത്ഥിച്ചത് നീ ജയിക്കണമേ എന്നാണ്. എന്നിട്ട് പരീക്ഷാഫലം വന്നപ്പോഴോ നിനക്ക് ഡിസ്റ്റിങ്ഷൻ. അതുപോലെ എന്നെ പറ്റിക്കാനല്ലേടാ ഈ പറയുന്നത് മുഴുവൻ. ഞാൻ തോൽക്കുമെന്ന് പറഞ്ഞതിന് ഇവളെന്തിനാണ് പോയി ഇത്ര കാര്യമായി പ്രാർത്ഥിക്കാൻ പോയത്? അല്ലെങ്കിലും ഇവൾക്ക് എന്നോട് ഒരു പ്രത്യേക അടുപ്പം നേരത്തെ മുതലേ ഉള്ളതാണ്. അത് തുടങ്ങിയത് 7ാം ക്ലാസ് കഴിഞ്ഞ് എപ്പോഴോ ആണെന്ന് തോന്നുന്നു. താൻ എന്തു പറഞ്ഞാലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല. വഴക്ക് പറഞ്ഞാൽ സങ്കടവും വരും. അത്രയും കാലം വഴക്ക് പറഞ്ഞാൽ നീ പോടാ എന്ന് പറയുമായിരുന്ന അവൾക്ക് അന്ന് മുതൽ പെട്ടെന്നൊരു മാറ്റം പോലെ. അവൾക്ക് തൻ്റെ കാര്യത്തിൽ ഭയങ്കര താല്പര്യമായി. ഒരു തരത്തിൽ നോക്കിയാൽ അവൾ തനിക്ക് യോജിക്കുന്നയാളാണ് താനും. 2 പേർക്കും മാതാപിതാക്കളോ ബന്ധുക്കളോ ആരുമില്ല. സ്വത്തുവകകളോ വീടോ 2 പേർക്കുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഏത് തരത്തിലും തനിക്ക് ചേരുന്നവളാണവൾ. അവളും ചിലപ്പോൾ അങ്ങനെ തന്നെ വിചാരിക്കുന്നുണ്ടാകും. ഞാൻ നിന്നെ പറ്റിക്കാൻ പറഞ്ഞതൊന്നുമല്ല. എന്തിനാ ഞാൻ വെറുതെ നിന്നെ കളിപ്പിക്കുന്നതും നിന്നോട് നുണ പറയുന്നതും? അല്ലെങ്കിലും എനിക്ക് ആരോടും നുണ പറയുന്നത് ഇഷ്ടമല്ല, പ്രത്യേകിച്ചും നിന്നോട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ ഉള്ളപ്പോൾ ആ ആളിനോട് തന്നെ നുണ പറയുന്നത് തെറ്റല്ലേ അനു? താൻ ഒരാൾ കൂടെ ഉണ്ടെന്ന് പോലും ഇവർ 2 പേരും വിചാരിക്കുന്നുണ്ടോ ആവൂ. അവർ 2 പേരും അവരുടേതായ ലോകത്ത് സ്വന്തം കാര്യം പറഞ്ഞു പോവുകയാണ്. ഏതായാലും താൻ കൂടെ ഉണ്ട് എന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം എന്ന് സ്നേഹയ്ക്കും തോന്നി. സ്നേഹയെന്ന് പറയുന്ന ഒരാൾ കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. നേരത്തെ മുതലേ നിങ്ങളുടെ കൂടെ പഠിക്കുന്നതാണ്. നിങ്ങൾ 2 പേരെയും നന്നായി അറിയുന്നവളുമാണ്. എൻ്റെ കാര്യമൊന്നും ഇതുവരെ ചോദിക്കുകയോ പറയുകയോ ചെയ്യാത്തതുകൊണ്ട് ഞാനിങ്ങനെ പുറമ്പോക്കിലൂടെ പോകുന്ന വഴിക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നീ അങ്ങനെ ആരുടെയും പുറമ്പോക്കിലൂടെ പോകുന്ന ആളൊന്നുമല്ല. നിന്നെ ആരും പരിഗണിക്കാതെ ഇരിക്കുന്നുമില്ല. ഇവൾ ചോദിച്ചതിനുള്ള മറുപടി ഇവളോട് പറഞ്ഞു എന്ന് മാത്രം. നീ ഒന്നും ചോദിച്ചില്ല, നിന്നോട് മറുപടിയും പറഞ്ഞില്ല, അത്ര തന്നെ. അതുകൊണ്ട് നീ പുറമ്പോക്കിലൂടെ പോകുന്നതാണെന്നൊന്നും പറയല്ലേ. നീ ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹക്കുട്ടിയല്ലേ. സ്നേഹയ്ക്കിപ്പോൾ തോന്നിയ പോലെയൊക്കെ അവനോട് പറയണമെന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സംസാരമൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടെയുണ്ട്. അവളുടെ പേര് അനു എന്നാണെന്ന്. എന്നാൽ ഒരിക്കൽ പോലും അത്തരത്തിലൊരു സ്നേഹം തുളുമ്പുന്ന വർത്തമാനം കിച്ചു അവളോട് പറയുന്നതായി കേട്ടിട്ട് പോലുമില്ല. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും അനു പറയുന്നത് അവൻ്റെ ഉള്ളിലെ സ്നേഹം പ്രകടിപ്പിക്കാൻ അവന് അറിയില്ല എന്നാണ്. ആരും ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കുന്നത് കണ്ടു വളരാത്തവനാണല്ലോ അവൻ. അതിൻ്റെ കുറവുകളാണ് അതൊക്കെയെന്നാണ് അനുവിൻ്റെ പക്ഷം. തൻ്റെ കൂടെ വരട്ടെ, ഞാൻ അവനെ മാറ്റിയെടുത്തു കൊള്ളാം എന്നാണ് അനു പറയാറ്. ചിലരെങ്കിലും അങ്ങനെയാണ്. കേൾക്കാൻ ആഗ്രഹിക്കുന്നവരോട് പറയില്ല, അല്ലാത്തവരോട് പറയുകയും ചെയ്യും. കൂടെ നടക്കുന്ന കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളിനോട് അല്പം സ്നേഹം തുളുമ്പുന്ന വർത്തമാനമൊക്കെ പറഞ്ഞാൽ അവൾക്കതൊരു സന്തോഷമാകുമായിരുന്നില്ലേ? അത്രയും പറഞ്ഞപ്പോഴേക്കും അനു സ്നേഹയുടെ കയ്യിൽ ഒരു നുള്ളു വെച്ചു കൊടുത്തു. ഇനി പറയരുതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോഴേക്കും അവർ പള്ളിയുടെ മുൻപിൽ എത്തിക്കഴിഞ്ഞു. അല്ലെങ്കിലും ഇനി പറയാൻ സമയവുമില്ല. ഉച്ചയൂണിൻ്റെ സമയമായി. അവൻ ചെന്നിട്ട് വേണം അച്ഛന് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ. അച്ഛന് സാധാരണ പോലുള്ള ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ തന്നെ വിളമ്പി കഴിക്കുമായിരുന്നു. ഇന്നേതായാലും അച്ഛൻ കിടക്കുകയായിരിക്കും. അതുകൊണ്ട് സമയം ഒരു കാരണവശാലും കളയാനില്ല. ഈ കാര്യങ്ങളെല്ലാം അനുവിനോടും സ്നേഹയോടും പറഞ്ഞതായതുകൊണ്ട് ഞാൻ പോകുന്നു കേട്ടോ എന്ന് പറഞ്ഞു അവൻ വേഗം പള്ളിമുറിയിലേക്ക് ഓടിപ്പോയി. കുറച്ചു സമയം കൂടി കൂടെ നിന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് നിനക്ക് തോന്നുന്നില്ലേ അനു? പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. ഇപ്പോൾ അവന് നല്ല ഉത്തരവാദിത്വമുണ്ട്. നിന്നെ മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ പോരാ. നിങ്ങൾക്ക് 2 പേർക്കും അതിന് പറ്റിയ ഒരു സമയം ദൈവം തരും. അന്ന് 2 പേരും കൊതി തീരുവോളം നോക്കിയിരിക്കുകയോ വർത്തമാനം പറയുകയോ ഒക്കെ ചെയ്തോ.
ഞാനും അവിടെ ഒരു ശല്യത്തിന് വരികയില്ല. അവളുടെ വർത്തമാനം കേട്ടാൽ തോന്നും എല്ലാ കാര്യവും ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു എന്ന്. രണ്ടുപേർക്കും യാതൊരു തൊഴിലുമില്ല, വരുമാനവുമില്ല. എന്നത്തേക്ക് പഠിച്ചൊരു തൊഴിൽ കിട്ടുമെന്ന് ഉറപ്പുമില്ല. ഇപ്പോഴേ ജീവിതം സെറ്റാക്കുന്നത് സ്വപ്നം കണ്ടാൽ കാര്യം നടക്കുമോ? എല്ലാത്തിനും തീരുമാനമെടുത്തിട്ടുള്ള ഒരാളുണ്ടല്ലോ. ആ തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെയേ പോകാൻ കഴിയുകയുള്ളൂ. എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കും സ്നേഹേ. അതല്ലാതെ ഇപ്പോൾ എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. കോൺവെൻറ്റിലും ആരോ വിരുന്നുകാരുണ്ടെന്ന് തോന്നുന്നു. വേഗം വാ, സമയം കളയാതെ പോകാം. അവർ രണ്ടുപേരും ഓർഫനേജിൻ്റെ ഗേറ്റ് കടന്ന് കോൺവെൻറ്റിൻ്റെ അങ്കണത്തിലേക്ക് പ്രവേശിച്ചു. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തോന്നാതിരിക്കില്ലല്ലോ. അത് താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണം. അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും.